ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ലാസ്റ്റ് മെനു ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇതിന്റെ കൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൽ ഏകദേശം 75 മെമ്പേഴ്സോളം ഉണ്ട്. പക്ഷെ അതിൽ കുറേ പേര് ആക്റ്റീവ് അല്ല. പക്ഷെ ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സിന്റെ ഇടയിൽ ഞാനൊരു എന്താ പറയുക, ഒരു സർവേ പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾക്ക് ഡിഫറൻസ്, എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്, ഇതുവരെ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്, ഫാറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു റിസൾട്ട് കാണാതെ പോയവർ ആരും തന്നെ ഇല്ല എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫുഡ് കൺട്രോൾ ചെയ്യാൻ പറ്റി, ഒരുപാട് ഹെൽപ്ഫുള്ളായി ഈ ഒരു ഗ്രൂപ്പ് കാരണം കൊണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അവരെല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ തരുന്ന ഈ ഒരു ചാർട്ട് കണ്ടിട്ട് അതുപോലെ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം അവർ പറഞ്ഞ റിപ്ലൈകളും കാര്യങ്ങളൊക്കെ ഞാൻ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം അത് ബാക്കിയുള്ളവർക്കും കൂടി ഒരു ഇൻസ്പിറേഷൻ ആവും. അപ്പോൾ ഞാൻ അവരുടെ കമൻസും എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു മെനു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ പോകുന്നത്, ഈ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ ബാക്കിയായിട്ട്. അപ്പോൾ അതോടുകൂടി നമ്മളുടെ ഈ ഒരു വെയിറ്റ് ലോസ് ചലഞ്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനിയും ഒരു ചലഞ്ച് ഒക്കെ നടത്തണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച്, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും നമ്മളുടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാനുള്ള അങ്ങനെ എന്തെങ്കിലും ചലഞ്ച്, അങ്ങനെ എന്തെങ്കിലും ഒരു ചലഞ്ച് കൂടി എനിക്ക് വെക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായാലും വെക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു മെനു 10 ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് 28, 29, 30 ദിവസങ്ങളിൽ, ഈ ഒരു മാസത്തിന്റെ ലാസ്റ്റ് ദിവസങ്ങളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട മെനു ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബിന്റെ അപ്പം തന്നെ ചെറിയൊരു ബെല്ലൈക്കൻ ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ട് അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ പട്ട ഗ്രാമ്പു വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ജിഞ്ചർ ടർമറിക് ടീ ഉണ്ട് കേട്ടോ. അതിന്റെ റെസിപ്പി മിതാഹാര എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. അങ്ങനെ എന്ത് ഹെൽത്തി വെയിറ്റ് ലോസ് ഡ്രിങ്കും നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റിന്റെ കൂടെ കുടിക്കാവുന്നതാണ്. അപ്പം ഇത് രാവിലെയും രാത്രിയും കുടിക്കുക വഴി ഒന്നും കൂടി നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്നു. കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തവർ പറഞ്ഞിട്ടു, ഞാൻ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിൽ കുറച്ച് പേരൊക്കെ രാവിലെയും ഈ ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്, രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ടും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിന്റെ ഒരു ബെനിഫിറ്റും കൂടി അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാം. 30 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെ എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ടും കൂടി ഒപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡയറ്റിന് എന്തെങ്കിലും ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കൗട്ട് ചെയ്യാൻ ഒരിക്കലും മടി വിചാരിക്കരുത്. എന്തെങ്കിലും നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വർക്കൗട്ട് ചെയ്താൽ മതി. ഒരു 30 to 40 മിനിറ്റ് 45 മിനിറ്റ് മാത്രം ചെയ്താൽ മതി. വീടിന് ചുറ്റും ജസ്റ്റ് നടന്നാലെങ്കിലും അത്രയും നല്ലതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അതിനുശേഷം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു നോക്കാം. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റിന്റെ മെനു നോക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇന്ന് 3 ദിവസം 3 കാര്യങ്ങളാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ദിവസം, അല്ലെങ്കിൽ നിങ്ങൾ ഈ 3 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ നുറുക്ക് ഗോതമ്പിന്റെ സ്മൂത്തിയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ മെനു 3 ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്യാം. ഞാൻ എന്തായാലും മേലെ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ മെനു 3 ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്പി ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് നുറുക്ക് ഗോതമ്പിന്റെ സ്മൂത്തി കുടിക്കാം. കൂടാതെ വേറെ 2 ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയോ, ഇഡ്ഡലി ആണെങ്കിൽ 3 എണ്ണം, ദോശയാണെങ്കിൽ 2 എണ്ണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിന്റെ കൂടെ സാമ്പാർ കഴിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ദിവസം, അല്ലെങ്കിൽ ഈ 3 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെ കടല, പരിപ്പ്, പയർ, അങ്ങനെ എന്തിന്റെ വേണമെങ്കിൽ കറി ഉപയോഗിക്കാം. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഒരു ചപ്പാത്തിയാണ് കേട്ടോ രാവിലെ കഴിക്കേണ്ടത്. ഈ ചപ്പാത്തി കഴിക്കുന്നവർ ഗ്രീൻ പീസിന്റെ കറി കഴിക്കുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസ് ഗ്രീൻ പീസ് കഴിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അവർ കഴിക്കേണ്ട. ബാക്കി പയറോ കടലയോ പരിപ്പോ എന്ത് വേണമെങ്കിൽ കഴിക്കാം. അപ്പോൾ ഗ്രീൻ പീസ് മാത്രം യൂറിക് ആസിഡ് ഉള്ള പേഷ്യൻസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഫീഡിങ് മദേഴ്സ്, കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവരൊക്കെ ഒരു ഗ്ലാസ് പാൽവെള്ളം, ചായ, കാപ്പി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് 11 മണിയുടെ റെസിപ്പി എന്താ നോക്കാം. അപ്പോൾ ബ്രഞ്ചിന്റെ സമയത്ത് നമ്മൾ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലോ കലോറി ആയിട്ടുള്ള ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഇതിൽ ഏതെങ്കിലും ഒന്ന് കഴിക്കാവുന്നതാണ്.
ഇനി ഞാൻ പറയാറുണ്ട് തലവേദന അല്ലെങ്കിൽ എന്തെങ്കിലും ക്ഷീണമൊക്കെ ഉള്ളവർക്ക് ഒരു എള്ളുണ്ട അല്ലെങ്കിൽ ഒരു കടല മിഠായി അങ്ങനെ എന്തെങ്കിലും ഒന്ന് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ 11 മണിക്ക് കഴിക്കേണ്ട റെസിപ്പി. ഇനി ഉച്ചയ്ക്ക് ലഞ്ചിന് മുന്നേ നിങ്ങൾ ഉറങ്ങുന്നവരാണെങ്കിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 3/4 മണിക്കൂർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം. ഇനി ഉറക്കൊക്കെ ഒന്ന് കുറച്ച് ഉറങ്ങോളൂ. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് ഒക്കെ കിട്ടിയില്ല, അപ്പൊ നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പൊ ഇനി ഉറക്കത്തിനോടൊക്കെ ഒന്ന് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഇതിലേക്ക് നമ്മൾ നമ്മുടെ ബോഡീനെ മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ ലഞ്ചിന്റെ റെസിപ്പി എന്താ നോക്കാം. അപ്പൊ ലഞ്ചിന് നമ്മൾ കഴിക്കാൻ പോകുന്നത് മെനു 8ൽ നമ്മൾ രാത്രി ഒരു സൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ സൂപ്പാണ് നമ്മൾ ഉച്ചയ്ക്ക് ഒരു ദിവസം കഴിക്കേണ്ടത്. അതായത് 3 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും ആ ഒരു സൂപ്പാണ് കുടിക്കേണ്ടത്. എന്തായാലും അതന്നെ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താ ലാസ്റ്റ് ആയില്ലേ, ഇനി ഈ ഒരു മെനു കൂടി ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്തായാലും മാക്സിമം അതൊന്ന് അവോയ്ഡ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ എന്തെങ്കിലും ഈ ഒരു മെനുവിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ സൂപ്പിന്റെ റെസിപ്പിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും മേലെ കാർട്ടിൽ ഞാൻ ഇതിന്റെ ലിങ്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവിടെ ആ ലിങ്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് സൂപ്പിന്റെ റെസിപ്പി എന്താണെന്ന് നോക്കിയിട്ട് അത് ഉണ്ടാക്കാം. പിന്നെ ബാക്കി 2 ദിവസം നിങ്ങൾ ചോറാണ് കഴിക്കേണ്ടത്. അപ്പൊ ചോറ് നമ്മൾ ഇത്രയും ദിവസം 8 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ള ഈ 2 ദിവസം നിങ്ങൾ 6 ടേബിൾ സ്പൂൺ ചോറ് എടുത്താൽ മതി. ഫീഡിങ് മദേഴ്സും അതുപോലെ ആണുങ്ങളൊക്കെ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ 9 ടേബിൾ സ്പൂൺ വരെ എടുക്കാം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുക. പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഒരു ദിവസം സാമ്പാർ, നമ്മൾ രാവിലെ ഒരു ദിവസം ഇഡ്ഡലി ദോശ കഴിക്കുന്ന വെച്ചെങ്കിൽ അതിന്റെ കൂടെ എടുക്കുന്ന സാമ്പാർ ഒരു ദിവസം കഴിക്കാവുന്നതാണ്. ഈ സാമ്പാർ കഴിക്കുന്ന ദിവസം നിങ്ങൾക്ക് ഒരു മുട്ട ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആഡ് ചെയ്യാവുന്നതാണെന്നല്ല, എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു മുട്ട കഴിച്ചിരിക്കണം. പിന്നെ ഒരു ദിവസം നിങ്ങൾ ഫിഷ് കറി ആണ് കഴിക്കേണ്ടത്. അപ്പൊ ലോ കലോറി ആയിട്ടുള്ള എന്തെങ്കിലും ഫിഷ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ദിവസം ഫിഷ് കറി, അത് നാളികേരം അരയ്ക്കാത്തതാട്ടോ കഴിക്കേണ്ടത്, മുളകിട്ട മീൻകറിയാണ് കഴിക്കേണ്ടത്. പിന്നെ ഒരു ദിവസം നമ്മൾ പറഞ്ഞു സൂപ്പ്. അപ്പൊ ഒരു ദിവസം സൂപ്പ്, ഒരു ദിവസം 6 ടേബിൾ സ്പൂൺ ചോറിന്റെ കൂടെ സാമ്പാർ, വേറൊരു ദിവസം നമുക്ക് ഒരു കഷ്ണം മീൻകറി, ഒരു കഷ്ണം മീനും അതുപോലെ അതിന്റെ കുറച്ച് ഗ്രേവിയും കൂടി എടുത്തിട്ട് അത് കഴിക്കാവുന്നതാണ്. അപ്പൊ അതാണ് നമ്മൾ ലഞ്ചിന് കഴിക്കേണ്ടത്. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് തോരൻ എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ബീട്രൂട്ട്, അതുപോലെ ക്യാരറ്റ്, ബീൻസ്, വെണ്ടയ്ക്ക, അങ്ങനെ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു തോരൻ 2 ടേബിൾ സ്പൂണും കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ലഞ്ചിന്റെ റെസിപ്പി. ഇനി നമുക്ക് വൈകുന്നേരത്തെ റെസിപ്പി നോക്കാം. വൈകുന്നേരം നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല്, പാലുവെള്ളം, ചായ, കാപ്പി എന്ത് വേണമെങ്കിൽ മധുരമിടാതെ കഴിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും നേരം ഞാൻ രാവിലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീഡിങ് മദേഴ്സ് അല്ലെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർക്ക് പാല് കുടിക്കാം. അപ്പൊ അവരും വിതൗട്ട് ഷുഗർ ആണ് നമ്മൾ ഈ ഒരു സംഭവം കുടിക്കേണ്ടത്. അപ്പോൾ ഒരു ഗ്ലാസ് പാല്, പാലുവെള്ളം, ചായ, കാപ്പി എന്ത് വേണമെങ്കിൽ നമുക്ക് വൈകുന്നേരം 4 മണിക്ക് കുടിക്കാം. അതിനുശേഷം നമുക്ക് അതിന്റെ കൂടെ ഒരു ദിവസം ഒരു ഏത്തപ്പഴം കഴിക്കാം. ഒരു ദിവസം ഓട്സ് കുറുക്കിയതോ അല്ലെങ്കിൽ റാഗി കുറുക്കിയതോ കഴിക്കാം കേട്ടോ. അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ മെനുകളിലൊക്കെ കഴിച്ചത് തന്നെയാണ്. ഒരു ദിവസം ഏത്തപ്പഴം കഴിക്കാം, ഒരു ദിവസം ഓട്സ് കുറുക്കി കഴിക്കാം, ഒരു ദിവസം റാഗി കുറുക്കി കഴിക്കാം. അപ്പോൾ മാക്സിമം കാൽഷ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ റാഗി കുറുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. കാരണം അവർക്ക് കാൽഷ്യത്തിന്റെ അളവ് ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് റാഗി ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ റാഗി കഴിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ എന്തെങ്കിലും കഫക്കെട്ടിന്റെ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ റാഗി കഴിക്കേണ്ട, അവർക്ക് വീണ്ടും കഫക്കെട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഫക്കെട്ടിന്റെ പേഷ്യൻസ് കഴിക്കേണ്ട. കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ളവർ എന്തായാലും റാഗി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അപ്പൊ ഇനി നമുക്ക് ഡിന്നറിന്റെ റെസിപ്പി എന്താ നോക്കാം അല്ലെ. അപ്പൊ ഡിന്നറിന് നമ്മൾ ഒരു ദിവസം ഒരു ഫിഷിന്റെ സലാഡാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു മീൻ, ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ മത്തിയാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ 2 മത്തി, അതിന്റെ ആ ഒരു കഷ്ണം മാത്രം എടുക്കുക, മുള്ളില്ലാതെ അതിന്റെ ഇറച്ചി മാത്രം എടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു ഹാഫ് സവാള, ഹാഫ് ടൊമാറ്റോ, പിന്നെ അതേപോലെ കുക്കുംബർ ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുക്കുംബർ, ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങയുടെ മുറി പിഴിഞ്ഞൊഴിച്ചിട്ട് അത് സാലഡാക്കി ഒരു ദിവസം കഴിക്കാം. ഒരു ദിവസം നമുക്ക് രാവിലെ ഉണ്ടാക്കിയിട്ടുള്ള ചപ്പാത്തി തന്നെ ഒരെണ്ണം കഴിക്കാവുന്നതാണ്. അപ്പൊ രാവിലെ ഉണ്ടാക്കി എന്തെങ്കിലും കറി തന്നെ ഇതിലേക്ക് എടുക്കാം. അതുപോലെ തന്നെ ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ലി, ദോശ. അപ്പൊ നമുക്ക് രാവിലെ ഇഡ്ലി ദോശയാണ് ഉള്ളതെങ്കിൽ, ദോശയാണെങ്കിൽ ഒരു ദോശ, ഇഡ്ലി ആണെങ്കിൽ 2 ഇഡ്ലി വീതം കഴിക്കാവുന്നതാണ്. അതിലേക്ക് രാവിലെ ഉണ്ടാക്കിയ സാമ്പാറോ അങ്ങനെ എന്ത് കറി വേണമെങ്കിൽ ഉപയോഗിക്കാം. അപ്പൊ ഇതാണ് രാത്രി ഡിന്നറിന് കഴിക്കേണ്ട റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഈ 3 ദിവസത്തിൽ ഒരു ദിവസം തൈര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ എന്തായാലും ഒരു ദിവസം തൈര് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ മെനു, നമ്മുടെ ലാസ്റ്റ് മെനു ആണ്. അപ്പൊ എനിക്ക് ഇത്രയും സക്സസ് ആയിട്ട് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. വ്യൂസും ഒക്കെ കുറവാണെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഭാവിയിൽ ചിലപ്പോൾ ഉണ്ടാവാം. നമ്മളുടെ ഈ റിസൾട്ട് ഒക്കെ കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ ചെയ്യാതിരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യൂസ് ഒക്കെ ഭാവിയിൽ ഞാൻ വ്യൂസ് ഒന്നും നോക്കുന്നില്ല. നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡയറ്റ് പ്ലാൻ ആയിരുന്നു നമ്മളുടേത്. അപ്പൊ ഇന്നത്തോടെ നമ്മുടെ ഡയറ്റ് പ്ലാൻ കഴിഞ്ഞു. എല്ലാവരും ഹാപ്പി ആയിരിക്കാം.
ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. വെയിറ്റ് ലോസ് ഈ ഒരു ചലഞ്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ അപ്പുറത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൻ ഉണ്ട്, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.